ഇന്ന് നമുക്ക് തൈര് വട ഉണ്ടാക്കാം. അതിന് വേണ്ടി 1.5 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി റൈസ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ഈ ബിരിയാണി റൈസ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുറം ഭാഗം നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ബിരിയാണി റൈസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് 6 പച്ചമുളകാണ്. അത് നമുക്ക് എരിവ് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കാം. 6 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, പിന്നെ 12 അല്ലി ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഉഴുന്ന് അരക്കുന്നതിൻ്റെ ഒപ്പിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്ക് പൊടിയായി അരിഞ്ഞെടുക്കണമെങ്കിൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ഇതിലിട്ടാലും മതി. ഞാനിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഉഴുന്നും കൂടിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചാൽ മതിയാവും. ചെറിയ ഉള്ളിയും കൂടി ഇടാം. ചെറിയ ഉള്ളി ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് അരയാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസിലാണ് അരഞ്ഞിട്ടുള്ളത്. കുറച്ച് ലൂസായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് അരയ്ക്കുമ്പോൾ കുറച്ച് തിക്കിൽ അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉഴുന്നെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആവട്ടെ. അതിലേക്ക് ഞാൻ ഒരു ജീരകം, നല്ല ജീരകമാണ്, അത് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെ 1/2 ടീസ്പൂൺ. പിന്നെ ഒരു കുരുമുളക്, ഒരു 10-12 കുരുമുളക് ഞാനൊന്ന് പതുക്കൊന്ന് ചതച്ചിട്ടാണ് ഇടുന്നത്. പൊടി ചേർക്കണ്ട, ഒന്ന് ചതച്ചിട്ടാലും മതി, അല്ലെങ്കിൽ മുഴുവൻ ഇടണമെങ്കിൽ ഇടാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 hour ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ നമുക്ക് തൈര് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഒരു 5 എണ്ണം, ചെറിയ പച്ചമുളകാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ തൈരാണ് വേണ്ടത്. തൈര് നമ്മൾ എത്രയോ വട ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് മുങ്ങുന്ന രീതിയിൽ വേണം തൈര് എടുക്കാൻ. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും ജീരകം ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിട്ട് അടിച്ചെടുക്കുന്നത്. എല്ലാ തൈരും ഇതിലിട്ട് അടിക്കണ്ട, എന്നുവെച്ചാൽ നല്ല ലൂസായി പോകും. അപ്പോൾ കുറച്ച് തിക്കിൽ വേണം നമുക്ക്. ഈ അരച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പുളിയില്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാൻ. പുളിയുള്ള തൈരാകുമ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുളിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തീരെ പുളിയില്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാൻ. അതിലേക്ക് ബാക്കിയുള്ള തൈരും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് വട മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം ഈ തൈര് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ച് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര അതിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ തൈരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാൻ കൈയൊന്ന് പതുക്കെ കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഉഴുന്നിൻ്റെ മാവ് കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈയൊന്ന് നനച്ചെടുക്കുന്നത്. ഇതുപോലെ ഞാൻ ചെറിയ ബോൾസ് ആക്കി ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് വട രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചെറിയ വടയാക്കി ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ തൈരിലിടുന്നതുകൊണ്ട് തന്നെയാണ് ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നമുക്കിതുപോലെ ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല.
മറിച്ചിടാം. ഇതൊന്ന് പതുക്കൊന്ന് പിടിച്ചെടുത്തിട്ട് നമുക്ക് ഈ സൈഡും മൊരിച്ചെടുക്കാം. നമുക്ക് വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ഒരു ബോൾസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റും. നമ്മളെപ്പോഴും വട ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ പൊരിച്ച് വെച്ച വട ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത വട ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇട്ടിട്ട് 5 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഒന്ന് വലിച്ചെടുക്കും. അത് നമുക്കൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് തൈരിലേക്ക് ഇടുമ്പോൾ തൈര് നന്നായിട്ട് വടയുടെ ഉള്ളിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ പതുക്കെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം കളയാം. വല്ലാതെ ഉടഞ്ഞു പോകരുത്. പതുക്കെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആ വെള്ളം വടന്ന് കളയാം. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. നിങ്ങൾ വടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടി തിക്കിൽ വേണം മാവ് അരച്ചെടുക്കാൻ. മുഴുവനും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച വട മുഴുവൻ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടിച്ചു വെച്ച തൈര് ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇത് മുങ്ങാവുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ നന്നായി മുങ്ങുന്ന രീതിയിൽ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ തൈരൊക്കെ വടയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചാട്ട് മസാലയും കുറച്ച് മുളക് പൊടി ഇട്ട് തൂവി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതൊരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലേ തൈരൊക്കെ നല്ല വടയുടെ ഉള്ളിൽ പിടിച്ച് നല്ല റെഡിയായി വരുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ തൈര് വട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും തൈരോട് കൂടിയിട്ട് വേണം സെർവ് ചെയ്യാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.